സമീക്ഷ. നമസ്കാരം. CTFMന്റെ സമീക്ഷ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാരെ, അതായത് മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അധികാരം ജനങ്ങളിലേക്ക് എത്തുന്ന ഈ സുപ്രധാന പ്രക്രിയയെക്കുറിച്ചും ഈ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചും ലളിതമായി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ പ്രാദേശിക ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ നമുക്ക് ശ്രമിക്കാം. ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ലോക്കൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകാറുണ്ട്, അല്ലേ? നമ്മുടെ വാർഡിലെ മെമ്പറെയോ കൗൺസിലറെയോ നമ്മൾ തിരഞ്ഞെടുക്കും. പക്ഷെ അതോടെ കാര്യങ്ങൾ തീർന്നോ? ഇല്ല. യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരാകും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ആരായിരിക്കും നിങ്ങളുടെ നഗരത്തിലെ മേയർ? അത് തീരുമാനിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. നമ്മൾ ജനങ്ങള് നേരിട്ട് മേയർക്കോ പ്രസിഡന്റിനോ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അതായത് കൗൺസിലർമാരെ. എന്നിട്ട് ഈ കൗൺസിലർമാർ എല്ലാവരും കൂടി ചേർന്നാണ് അവർക്കിടയിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഈ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ തദ്ദേശ ഭരണമെന്ന് പറയുന്നത് രണ്ട് തരം സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്ന് ഗ്രാമങ്ങൾക്കും മറ്റൊന്ന് നഗരങ്ങൾക്കും. രണ്ടിനും അതിൻ്റേതായ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. നോക്കൂ, കേരളത്തിലെ ലോക്കൽ ഗവൺമെന്റ് രണ്ട് ട്രാക്കിലാണ് ഓടുന്നത് എന്ന് പറയാം. ഇടതുവശത്ത് കാണുന്നത് ഗ്രാമങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിങ്ങനെ 3 തട്ടുകളുണ്ട്. ഇനി വലതുവശത്തേക്ക് വന്നാൽ അത് നഗരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ടൗൺ പഞ്ചായത്തുകൾ, മുനിസിപ്പൽ കൗൺസിലുകൾ, പിന്നെ വലിയ നഗരങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ഈ രണ്ട് സംവിധാനങ്ങൾക്കും അതിൻ്റേതായ നേതാക്കളുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാമങ്ങളിലെ കാര്യം നോക്കാം, അല്ലേ? ഒരു പഞ്ചായത്തിൽ നമ്മൾ തെരഞ്ഞെടുത്ത മെമ്പർമാർ എങ്ങനെയാണ് അവരുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്? ഇതിന് വളരെ കൃത്യമായ ചില നിയമങ്ങളൊക്കെയുണ്ട്. ഇതിനൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണുള്ളത്. ഒന്നാമതായി, ഇലക്ഷൻ റിസൾട്ട് വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ജയിച്ച എല്ലാ മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിംഗിൽ വെച്ചാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു രഹസ്യ ബാലറ്റ് അല്ല, പരസ്യ ബാലറ്റാണ്. അതായത് ഓരോ മെമ്പറും വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് പേപ്പറിന്റെ പുറകിൽ ഒപ്പുവെക്കണം. അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാൻ പറ്റും. ശരിക്കും ഈ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംവരണം. അധികാരം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോകാതിരിക്കാൻ ഇത് സഹായിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ കുറഞ്ഞത് 3-1 സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുമാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും കൃത്യമായ സംവരണമുണ്ട്. ഓരോ തവണയും ഈ സംവരണ സീറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ കാലക്രമേണ എല്ലാവർക്കും നേതൃത്വത്തിലേക്ക് വരാൻ ഒരു അവസരം കിട്ടുന്നു. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു വാക്ക് പഠിക്കണം. എക്സ് ഒഫീഷ്യോ കേട്ടിട്ടുണ്ടോ? സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു പോസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഓട്ടോമാറ്റിക്കായി മറ്റൊരു പോസ്റ്റ് കൂടി കിട്ടുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മുടെ ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സ് ഒഫീഷ്യോ ഇല്ലേ, അത് ഇവിടെയാണ് വരുന്നത്. ആരാണോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്, ആ വ്യക്തി ഓട്ടോമാറ്റിക്കായി ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാവും. ചുരുക്കി പറഞ്ഞാൽ, ആ പഞ്ചായത്തിലെ സാമ്പത്തിക കാര്യങ്ങളുടെയെല്ലാം ഒരു പ്രധാന നിയന്ത്രണം വൈസ് പ്രസിഡന്റിന്റെ കയ്യിലായിരിക്കും. ശരി, അപ്പോൾ ഗ്രാമങ്ങളുടെ കാര്യം ക്ലിയറായില്ലേ? ഇനി നമുക്ക് നഗരങ്ങളിലേക്ക് വരാം. പേടിക്കണ്ട, പഞ്ചായത്തിലെ രീതി മനസ്സിലായെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. കാരണം ഇവിടെയും കാര്യങ്ങൾ ഏകദേശം അതേപോലെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഇവിടെ പേരുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷനാണെങ്കിൽ തലവനെ മേയറെന്നും രണ്ടാമനെ ഡെപ്യൂട്ടി മേയറെന്നും വിളിക്കും. പക്ഷേ മുനിസിപ്പൽ കൗൺസിലിലും ടൗൺ പഞ്ചായത്തിലുമാണെങ്കിൽ അത് ചെയർമാനും വൈസ് ചെയർമാനുമാണ്. പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും അധികാരഘടന ഏകദേശം ഒരുപോലെയാണ്. ഇവിടെ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. പഞ്ചായത്തിലെ കാര്യം പഠിച്ചില്ലേ? അതേ സിസ്റ്റം തന്നെയാണ് നഗരങ്ങളിലും മേയർമാരെയും ചെയർപേഴ്സൺമാരെയും തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ മീറ്റിംഗ് വിളിക്കുന്നു, 3 ആഴ്ച ടൈം, പരസ്യമായിട്ടുള്ള വോട്ടെടുപ്പ്, അതേ പ്രൊസീജിയർ, ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ ആ സംവരണമില്ലേ, അത് ഇവിടെയും ബാധകമാണ്.
സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മേയർ, ചെയർപേഴ്സൺ പോസ്റ്റുകളിലും സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കും നിയമപ്രകാരം കൃത്യമായ സംവരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേ ലോജിക് ഇവിടെയും വർക്ക് ചെയ്യും. ആരാണോ ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, അദ്ദേഹം ഓട്ടോമാറ്റിക്കായി ആ സ്ഥാപനത്തിലെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകും. അതേ എക്സ് ഒഫീഷ്യോ റൂൾ. അതായത് 2 സിസ്റ്റത്തിലും സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല രണ്ടാമനാണ്. ഓക്കെ, ഇവരെയൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇവർക്ക് ശരിക്കും എന്താണ് പവർ? എന്താണ് അവരുടെ ജോലി? ഒരു പദവി എന്നതിനപ്പുറം ഇതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇത് നോക്കൂ, പ്രസിഡന്റ് അല്ലെങ്കിൽ മേയറാണ് ആ സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. അതായത് കൗൺസിൽ പാസാക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ജോലി. ഇനി അദ്ദേഹം 15 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കുകയോ മറ്റോ ചെയ്താൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആ ചുമതല ഏറ്റെടുക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് വികസനം, ആരോഗ്യം പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ചുമതലയായിരിക്കും. ഇനി പ്രസിഡന്റിന് അല്ലെങ്കിൽ മേയർക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട്. അദ്ദേഹം എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഒരു എക്സ് ഒഫീഷ്യോ അംഗമാണ്. അതുകൊണ്ടുതന്നെ എല്ലാ മീറ്റിംഗിലും പങ്കെടുത്ത് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇവിടെയാണൊരു ട്വിസ്റ്റ്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റികളിൽ ഒരിടത്തും വോട്ട് ചെയ്യാൻ അവകാശമില്ല. അതായത് കാര്യങ്ങളിൽ ഒരു മേൽനോട്ടം വഹിക്കാം, പക്ഷേ തീരുമാനങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെയുള്ള പ്രധാന പോയിന്റ് എന്താണ്? കേരളത്തിൽ ഗ്രാമമായാലും നഗരമായാലും 2 വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളാണെങ്കിലും അതിലെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഒരേപോലെയാണ്. ഒരൊറ്റ വ്യക്തമായ സിസ്റ്റം. ജനങ്ങൾ തിരഞ്ഞെടുത്തവർ തന്നെ അവരുടെ നേതാവിനെ കണ്ടെത്തുന്നു. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇനി ഇതിനെ അധികരിച്ച് ഒരു പ്രശ്നോത്തരി നമുക്ക് ശ്രമിച്ചാലോ? താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാം. നന്ദി.